ഇങ്ങനെ എണ്ണിച്ചുകൊണ്ടാണ് പാത്രം കഴിക്കുക, അവരെല്ലാം എല്ലാം ചെയ്തത്. ഒരു പെൻഷൻ കിട്ടുമെന്ന് പെൻഷൻ ഒന്നുമില്ല എനിക്ക്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ അതിദരിദ്ര വിഭാഗം ഇല്ല എന്നാണ് കണ്ടെത്തൽ. ഞാൻ ഈ നിൽക്കുന്നത് 2ാം വാർഡിലെ നെൽസൺ ചേട്ടൻ്റെ വീടിന് മുന്നിലാണ്. നെൽസൺ ചേട്ടനെയും കുടുംബത്തിനെയും ഏത് വിഭാഗത്തിലാണ് സർക്കാർ ഉൾപ്പെടുത്താൻ പോകുന്നത്? വീടില്ല, മെയിനായിട്ട് വെള്ളമില്ല, കുടിവെള്ളമില്ല. വീട് മരം വീണ് ഒഴിഞ്ഞു പോയതാണ്. എല്ലാവരും വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ വില്ലേജ് ഓഫീസറും വന്ന് നോക്കിയിട്ട് പോയി. ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ജോലിക്ക് പോകാൻ ഇനി ശ്വാസം മുട്ടുള്ള കയറ്റം കയറാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി ഉണ്ട്, അതിൽ അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ എങ്ങാനും പേര് വന്നിട്ടുണ്ടോ? പേര് ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം 3000-ഓളം കുടുംബങ്ങൾ വസിക്കുന്ന 14 വാർഡുകൾ ഉൾപ്പെടുന്ന വട്ടവട ഗ്രാമപഞ്ചായത്ത്. അതിദരിദ്രരുടെ ലിസ്റ്റിലാകട്ടെ വെറും 3 പേർ മാത്രം. അതിൽ 2 പേർ മരണപ്പെട്ടു, അവശേഷിക്കുന്നത് ഒരാൾ. ശരിക്കും ഇതാണോ വട്ടവടയിലെ അവസ്ഥ? നമുക്ക് പരിശോധിക്കാം. എൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട് മക്കളെ. ഞാനും പണിക്ക് പോയാൽ എന്നെ പറ്റില്ല, അവരെ നോക്കാൻ പറ്റിയ ആളുണ്ടോ? എൻ്റെ കാലാവസ്ഥ ഒരു കഴിവില്ലാതെ ജീവിക്കും എൻ്റെ இடத்துல. எனக்கு ரொம்ப கஷ்டமா இருக்கு. எனக்கு என்னை பார்க்குறது என் பொம்பளால் மட்டும்தான் என்னை பார்த்துட்டு இருக்கு. வேற யாரும் என்னை வந்து பார்க்கறதுக்கு யாருமே இல்லை. ഇവരെ പോലെയുള്ള എത്ര പേരെ നമ്മുടെ അധികാരികൾ കാണാതെ പോയിട്ടുണ്ട്? അതോ കണ്ടിട്ടും മനഃപൂർവ്വം അവഗണിക്കുന്നതോ? പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.